ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മിസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത്. കാരണം മിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മഴക്കാലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും എ സി യൂസ് ചെയ്യുന്നത്? കാരണം മഴക്കാലമാണ്, എ സിയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് എ സിയുടെ ആവശ്യം, അല്ലെങ്കിൽ എ സി എപ്പോഴും പ്രോപ്പറായിട്ടിരിക്കേണ്ടത് മഴക്കാലത്ത് തന്നെയാണ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, മഴയല്ലേ നമുക്ക് ഗ്ലാസ് ഒരു അല്പം താത്തിട്ട് വാഹനം ഓടിക്കാം, കാരണം റെയിൻ ഗാർഡ് ഉള്ളതുകൊണ്ട് മിസ്റ്റോ കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല, ഇച്ചിരി താത്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയാണ്. നമ്മളൊരു അല്പം ഗ്ലാസ് താത്തിട്ടെന്ന് പറഞ്ഞാലും വാഹനത്തിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മിസ്റ്റ് പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുമ്പോൾ ഹീറ്റാണ് വരുന്നത്, വാഹനത്തിൻ്റെ പുറത്ത് ഫുള്ള് നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസുകളിൽ പിടിക്കും, നമുക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിനുശേഷം മിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഗ്ലാസ് ഉയർത്തി എ സി ഇടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലാസ് കയറ്റി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എ സി ഇടുമ്പോൾ ഗ്ലാസുകളിലുള്ളൊരു ഹീറ്റ് ഒരു കാരണവശാലും പെട്ടെന്ന് പോകുന്നതായിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എ സി ഇട്ടെന്ന് പറഞ്ഞാലും ഈ മിസ്റ്റ് കുറേയേറെ നേരം നിൽക്കുന്നതായിരിക്കും, നമുക്കത് കളയാൻ സാധിക്കാതെ വരും. ഇനി ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലൊക്കെ മിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ മാറ്റി ഗ്ലാസ്സിലോട്ടുള്ള ഡീഫോഗർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അന്നേരത്തേക്ക്, അതായത് കുറച്ച് നേരത്തേക്ക് മാത്രം ആ മിസ്റ്റ് ഒന്ന് മാറും, പിന്നെയും തിരിച്ച് ആ മിസ്റ്റ് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിൽ കയറുന്ന സമയത്ത് തന്നെ നമ്മൾ എ സി ഓൺ ചെയ്തിട്ടിരിക്കണം. എ സി ഇടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിലോട്ട് മാത്രം നമ്മൾ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് യൂസ് ചെയ്യുള്ളൂ. അതായത് മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നതല്ല, അതായത് ഓട്ടോമാറ്റിക് എ സി കൺട്രോളുള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കും. അതായത് പുറത്തെ ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിനെ കഴിഞ്ഞ് ഒരു 3 ഡിഗ്രിയോളം കുറച്ച് മാത്രം ഇടാൻ ശ്രമിക്കുക. ഇനി മാനുവൽ എ സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വൈറ്റ്, ബ്ലൂ, റെഡ് ഇങ്ങനെ 3 ലൈൻസ് ആയിരിക്കും കാണിക്കുന്നത്. അതിൽ വൈറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലോട്ട്, അതായത് ബ്ലൂവിൽ നിന്നും വൈറ്റിലോട്ട് പോകുന്നതിൻ്റെ ബ്ലൂവിനും വൈറ്റിനും ഇടയ്ക്കുള്ള പൊസിഷൻ. ഇനി വൈറ്റ് അല്ല നിങ്ങളുടെ വാഹനത്തിലുള്ളതിൽ ഏകദേശം സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെയും കോൾഡിൻ്റെയും ഇടയ്ക്കുള്ള പോർഷൻ, അതായത് സെൻട്രൽ പോർഷനിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം വാഹനത്തിൽ എ സി ഓൺ ചെയ്തിടുക. എന്നിട്ട് എ സി കണ്ടിന്യൂസ് ഓൺ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, എ സി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് വാഹനം എടുക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൽ മിസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം പിടിക്കുന്നതായിരിക്കത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മിസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത്. കാരണം മിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ മിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ മെയിലിൽ ഞാനത് കൊടുത്തേക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ കണ്ടിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള കമൻസ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്.